എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ട് ദാസാന്നൊക്കെ പറയുന്നത്. മലയാള സിനിമയിൽ ഒരു ഡയലോഗിനൊക്കെ അപ്പുറം അത് നമ്മുടെ ഒരു പഴഞ്ചൊല്ല് പോലെ ആയി കഴിഞ്ഞല്ലേ. റേഡിയോ മാംഗോ സ്പോട്ട്ലൈറ്റിൽ ഞാൻ നീത, എന്റെ കൂടെ നടൻ വിനീത് ശ്രീനിവാസനുണ്ട്. ഇപ്പോ ഞാൻ തീരെ ചെറുപ്പത്തിലായിരുന്ന സമയത്തൊക്കെ അച്ഛൻ വർക്ക് ചെയ്യുന്നത് ഫുള്ള് ചെന്നൈ അല്ലെങ്കിൽ ഷൂട്ട് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇടയ്ക്കൊക്കെ വീട്ടിൽ വെച്ചിട്ടൊക്കെ ചില സീനുകളൊക്കെ റീറൈറ്റ് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് ഉദയനാണ് താരം എന്ന് പറഞ്ഞ സിനിമയൊക്കെ എഴുത്തൊക്കെ നടക്കുമ്പോൾ ഞാൻ ആ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് അച്ഛൻ്റെ എഴുത്ത് ഞാൻ അതൊക്കെ വായിച്ചിട്ടുള്ളത്. അച്ഛൻ അറിയാണ്ട് അച്ഛൻ എഴുതിയ സീനുകൾ ഞാൻ വായിച്ചു നോക്കിയിട്ടുമുണ്ട്. വിളിച്ചില്ല, അത് ടേബിളിലുണ്ടാവും. അപ്പൊ അത് അല്പം സിനിമയൊക്കെ സ്വപ്നം കാണുന്ന ടീനേജർ ആയിരുന്നു ആ ഒരു സമയത്തായിരുന്നു. അതുകൊണ്ടാണല്ലോ ഞാൻ എടുത്ത് നോക്കുന്നത്. ക്യാരക്ടേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഇതുപോലെ ഉള്ള സംഭാഷണങ്ങൾ, അതിലൊക്കെ ഒരുപാട് വർക്ക് ചെയ്യും. വേറൊരു കാര്യം അച്ഛൻ പറയും എപ്പോഴും, നമ്മൾ എന്തിനേയും ഒരു കുസൃതിയോട് കൂടിയിട്ട് സമീപിക്കണം എന്ന് പറയും. ഇപ്പോൾ ചില ആർജേഴ്സ് ഒക്കെ ഞാൻ ചില ഷോസൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഹ്യൂമറസ് ആയിട്ടുള്ള ചില വൺ ലൈനേഴ്സ് ഒക്കെ അവർ പ്രസന്റ് ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ആ ആംഗിളിൽ ആലോചിക്കുന്നതുകൊണ്ടാണ്. ശ്രീനിവാസൻ എഴുതിയ തിരക്കഥകളിൽ വിനീതിന് ഏറ്റവും ഇഷ്ടമുള്ളത് ഏതൊക്കെയാണ്? സന്ദേശം, ശ്യാമള, വടക്ക് നോക്കിയന്ത്രം, മഴയത്ത് മുൻപേ. ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണ്? അപ്പക്കാള ആദ്യം, പിന്നെ തളത്തിൽ ദിനേശൻ. ഇത് രണ്ടുമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായ ക്യാരക്ടേഴ്സ്. പിന്നെ ദാസനും വിജയനും, അതിലെ വിജയൻ. ഇപ്പൊ വിനീത് പറഞ്ഞ പോലെ തേന്മാവിൻകൊമ്പത്തിലെ അപ്പക്കാള, അതേപോലെ അഴകിയ രാവണിലെ അംബുജാക്ഷൻ, മറവത്തൂർ കനവില് മരുത്, ഉദയനാണ് താരത്തില് രാജപ്പൻ എന്ന് പറഞ്ഞ സരോജ് കുമാർ. ഇങ്ങനെ എഴുതിയ സ്ക്രിപ്റ്റിലൊക്കെ എന്താണ് ശ്രീനിവാസൻ ഇത്തരം കഥാപാത്രങ്ങൾ തന്നെ തെരഞ്ഞെടുത്ത് അഭിനയിക്കുന്നതെന്ന് എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? എനിക്കറിയില്ല, അത് അച്ഛനോട് തന്നെ ചോദിക്കണം. ചിലപ്പോൾ ഒരു നല്ല മറുപടി കിട്ടും. ഓക്കെ, അപ്പൊ അതാണ് നല്ലത്. ശ്രീനിവാസൻ വരുമ്പോ ഞാൻ ചോദിക്കാം ഇതേ കാര്യം. അല്ല, ഇനി വീട്ടിൽ നിന്ന് അദ്ദേഹം മാത്രമേ ഇവിടെ വരാനുള്ളൂ സ്പോട്ട്ലൈറ്റിലെ. ചേട്ടനും അനിയനൊക്കെ വന്നു കഴിഞ്ഞല്ലോ. ഇതയാണ് സ്പോട്ട്ലൈറ്റുമായി ഓൺ റേഡിയോ മാംഗോ. ഇത് നാട്ടിലെങ്കും പാട്ടായി.